വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച 25 വീടുകൾക്കുള്ള ഫണ്ട് ശേഖരണവുമായി ഏറ്റുമാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള വിവിധ യൂണിറ്റുകളും രംഗത്തെത്തി. ധനസമാഹരണത്തിനായി സ്ക്രാപ്പ് ചലഞ്ച്, പായസമേള, മീൻ വിൽപ്പന അടക്കം വിവിധ പരിപാടികളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളത്. അയ്മനം വാരിശ്ശേരിയിലും കൈപ്പുഴ ശാസ്താംകലും പ്രവർത്തിക്കുന്ന ഫ്രഷ് മീൻ കടകളിൽ നിന്നുള്ള ഒരു ദിവസത്തെ വരുമാനം ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് നൽകി. കൊമ്പനാൽ ഡിവൈഎഫ്ഐ യൂണിറ്റിലെ പ്രവർത്തകരായ ഉണ്ണിയും മനുവും തങ്ങളുടെ 2 കടകളിൽ നിന്നുള്ള ഒരു ദിവസത്തെ വരുമാനം കൈമാറുകയായിരുന്നു. വയനാടിനെ കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും കടമയാണെന്ന് സ്ഥാപന ഉടമകൾ പറഞ്ഞു. ഞങ്ങൾക്ക് 2 കടകളാണ് ഉള്ളത്. ഒന്ന് വാരിശ്ശേരിയിലും ഒന്നിപ്പം ശാസ്താംകലം ഞങ്ങൾ അധികകാലമായിട്ടില്ല തുടങ്ങിയിട്ട്. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ നാടിനൊരു പ്രശ്നം വന്നപ്പം നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഡിവൈഎഫ്ഐയിലുള്ള ഇത് മൊത്തം ഡിവൈഎഫ്ഐ യൂണിറ്റ് അംഗങ്ങളാണ്. അവരെല്ലാവരും അവരുടെ ഇന്നത്തെ ഒരു ജോലി മനക്കെട്ടിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ സമൂഹവും നമ്മുടെ പ്രദേശങ്ങളുമെല്ലാം ഈ ഒരു വൈകാരികമായ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ഒരു കാര്യവും പറഞ്ഞൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അകമഴിഞ്ഞൊരു സ്നേഹമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ വ്യത്യസ്തമായ ഒരു ക്യാമ്പയിനാണ് ഇന്ന് അയ്മനം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ കീഴിലുള്ള കൊമ്പനാൽ യൂണിറ്റിൻ്റെ സഹോദരങ്ങൾ, അതായത് ഉണ്ണിയും അതോടൊപ്പം മനുവും നടത്തുന്ന 2 ഫിഷിൻ്റെ കടകളുണ്ട്. ആ 2 മീൻ കടകളും ഒന്ന് വാരിശ്ശേരിയിലും ഒന്ന് കൈപ്പുഴ കവലയിലുമാണ്. ഇന്നത്തെ അവർ ശരിക്കും ചെയ്യുന്നത് രാവിലെ നീണ്ടകരയിൽ പോയി മത്സ്യമെടുത്ത് ഫ്രഷ് മീനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്ന ഒരു കടയാണിത്. കൃത്യം 2:30-ക്ക് തന്നെ ഇവിടെ മീൻ കച്ചവടം എല്ലാ ദിവസവും തുടങ്ങും. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് അവരിങ്ങോട്ട് പറഞ്ഞൊരാവശ്യം, ഇന്ന് ഞങ്ങളുടെ 2 കടയിലെയും മീൻ വിൽക്കുന്ന ലാഭം മുഴുവൻ ഈ 25 വീടുകൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങൾ സംഭാവനയായി നൽകുക എന്ന വലിയൊരു നമ്മുടെ നാടിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഗുണകരമായ ഒരു നേട്ടമാണ് ഈ രീതിയിലേക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം ഇത് വ്യത്യസ്തമായ ഒരു രീതിയിൽ, കാരണം ഇന്ന് രാവിലെ പോയി ഇന്നത്തെ മുഴുവൻ അധ്വാനത്തിൻ്റെയും ഒരു ഭാഗമല്ല മുഴുവൻ തന്നെ നമ്മുടെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന ഒരു രീതി. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് മീൻ കടയിലേക്ക് എത്തിക്കാനും വിൽപ്പനയ്ക്കും നേതൃത്വം നൽകിയത്. ഡിവൈഎഫ്ഐ ഏറ്റുമാനൂർ ബ്ലോക്ക് സെക്രട്ടറി അരുൺ MS, CPM നീണ്ടൂർ ലോക്കൽ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ MS ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി.